കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ മാഗി ആമസോൺ കാർഡുകളിൽ പോകുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ കുറച്ച് വ്ളോഗൊക്കെ ചെയ്തായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ 2 ദിവസമായിട്ടുണ്ടെങ്കിൽ മാഗിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് കാരണം ഒരുപാട് പേര് വിചാരിച്ചു മാഗിന് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാഗിന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തനിക്ക് പറ്റിയ കാര്യങ്ങൾ അതോടെ തന്നെ ഭയങ്കര ധീരമുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുണ്ടെങ്കിൽ ഇതാണ് ആമസോൺ നദിയിലൂടെ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കൂടെ വേറെ 2 വിദേശികളും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പോകാൻ വേണ്ടി ഇവർ തയ്യാറായിരുന്ന കുറച്ച് തടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വള്ളം പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് പൊയ്ക്കൊണ്ടേ ഇരുന്നത്. അതുകൊണ്ടെങ്കിൽ അത്ര വലിയ കട്ടിയുള്ളതോ അല്ലെങ്കിൽ ഭയങ്കര സേഫായിട്ടുള്ളതോ ഒന്നുമല്ല. അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്ന വഴിക്കുണ്ടെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആവുകയും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല ക്ഷതമൊക്കെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവിടെയുള്ള വില്ലേജിലുള്ള ആൾക്കാരാണ് ഇവരെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പറഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇതേണക്ക് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്ന് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേണക്ക് ഇവനൊന്നും ഒരു ബോധമില്ല, എന്തുമാണ് കാണിക്കുന്നത്, ഇതേണത്തുള്ള ബോട്ടൊക്കെ അവിടെ ഉണ്ടെങ്കിൽ വാടകയ്ക്ക് കിട്ടുന്നതാണ്, അതുപോലും വേണ്ടാന്ന് വെച്ചിട്ട് ഇതേണത്തുള്ള മണ്ടത്തരം കാണിച്ചിട്ട് അവിടെ പോയി ഇതേണത്തുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ട് ഇത് വലിയൊരു വീരകാര്യം പോലെ പറയുന്നത് എന്തിനാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചോദിച്ചത്. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇവനെതിരെ പറയുന്നുണ്ട്, അവനൊന്നൊരു ബോധമില്ല, എന്തിനാണ് ഇതേണൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ ഇങ്ങനെ ഉണ്ടായെന്നുള്ള രീതിയിൽ പലരും പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്.